നമ്മൾ ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ പ്ലാൻ ചെയ്തു, പെട്ടെന്ന് തന്നെ നമുക്ക് കുഞ്ഞാകുകയും ചെയ്തു. അത് ഭയങ്കര ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ. ഞാൻ പ്രഗ്നന്റ് ആയിട്ട് എനിക്ക് മെജോറിറ്റി കിട്ടിയൊരു ചോദ്യമാണ് എന്ത് കുഞ്ഞാണെന്ന്. ഞാൻ എനിക്ക് ഒറ്റ ഉത്തരം ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ ആൺകൊച്ചാണ്. എൻ്റെ കൊച്ചിനെ കാണാനായിട്ട് എൻ്റെ അമ്മേനെ പോലെ ഉണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു, കുറേ പേര് കമന്റ് ചെയ്തു എൻ്റെ കൊച്ചിനെ കാണാൻ എൻ്റെ അമ്മേനെ പോലെ തന്നെ ഉണ്ട്. പക്ഷെ ഞാൻ പറയണേ എന്നെ പോലെ. നിങ്ങൾ എന്ത് പറയുന്നു? പിന്നെ വിഷുവിനായിരുന്നു നമുക്ക് ഡെലിവറി ഡേറ്റ് കിട്ടിയത്. അപ്പോൾ ഒരു കൃഷ്ണൻ എന്നുള്ള രീതിയിൽ കൃഷ്ണനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പേരിടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറേ പേര് നോക്കി അവസാനം ഞങ്ങൾ വസുദേവ് എന്ന് പറഞ്ഞൊരു പേരിലാണ് എത്തിയത്. ഹോസ്പിറ്റലിൽ എത്തി പേരിടാനായിട്ട് നമുക്ക് പിറ്റേ ദിവസം ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി പേര് ചോദിക്കില്ല. പേര് ചോദിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എടുത്ത് ചോദിച്ചു വസുദേവ് അല്ലേ, ഫിക്സ് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, വസുദേവ് വേണ്ട. എനിക്ക് പെട്ടെന്ന് അപ്പോൾ വസുദേവ് വേണ്ടെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ ഓൾറെഡി യൂട്യൂബിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരെങ്കിലും കുറച്ച് പേര് നല്ലതെനിക്ക് സജസ്റ്റ് ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം പേര് നോക്കാൻ പറഞ്ഞു. അപ്പോൾ കൽഹാർ എന്നൊരു പേര് വന്നു. അപ്പോൾ എനിക്ക് വലിയ ബന്ധമൊന്നും തോന്നിയില്ല. പിന്നെ വന്ന പേരാണ് നമ്മുടെ പേര്. ഞങ്ങളുടെ ചൈനയിലുള്ള അച്ഛന് വരാൻ പറ്റിയില്ല ഗായ്സ്. കുഞ്ഞിനെ ആദ്യം ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ച വസുദേവ് എന്നിടാനാണ്. അതിനുശേഷം പ്രസവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ പേരിനോട് അങ്ങനെ വലിയ താല്പര്യം ഉണ്ടായില്ല. അപ്പം ഇങ്ങനെ ഓരോ പേരുകൾ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായില്ല, പേര് ഓരോരുത്തർ പറയാൻ വേണ്ടിയിട്ട്. അപ്പം അതിൽ വന്ന ഒരു പേര് 2-3 പേര് പറഞ്ഞ്, അപ്പം ഇന്ദ്രനീൽ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത് സമ്മതമായി. അങ്ങനെയാണ് ആ പേര് സെലക്ട് ചെയ്തത്. പിന്നെ വന്ന പേരാണ് നമ്മുടെ പേര് ഇന്ദ്രനീൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. കൃഷ്ണനുമായി എന്താ ബന്ധമെന്ന് വെച്ചാൽ ബ്ലൂ കളർ. ഇന്ദ്രനീൽ എന്ന് പറഞ്ഞാൽ ബ്ലൂ കളറാണ്. നമ്മുടെ ഇന്നത്തെ തീം തന്നെ അതുകൊണ്ടാണ് ബ്ലൂ ആക്കിയിരിക്കുന്നത്. സോ കൃഷ്ണനുമായിട്ട് കളറുമായിട്ട് ബന്ധവുമുണ്ട്, പേരുമുണ്ട്. അപ്പം ആ പേര് സജസ്റ്റ് ചെയ്താൽ നമ്മൾ ഓൾറെഡി വിളിച്ചിട്ടും ഉണ്ടായിരുന്നു, പക്ഷെ ആൾക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ച പേരാണ്. 1 വർഷം ഞങ്ങൾ ഒരു പേര് സെലക്ട് ചെയ്തിട്ട് 1 നിമിഷം കൊണ്ട് മാറിയ പേരാണ്. എല്ലാവരും പറയണ പോലെ കുറേ നാളെടുക്കും എന്നൊക്കെ ഒരു ഇതിലായിരുന്നു നമ്മൾ ഇരുന്നേച്ചത്. ഓരോ ദിവസം പോകുന്നതോറും ഇങ്ങനെ വയറിങ്ങനെ വലുതായി വരുമ്പോഴേക്കും എനിക്ക് ഉള്ളിൽ തന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ 4D സ്കാനിൽ കുഞ്ഞിൻ്റെ ഫേസും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി നേരെ കാണാനായിട്ട്. ആൺകുട്ടിയാണെന്ന് തന്നെ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ തന്നെ മനസ്സിൽ വിചാരിച്ചത്. അതുപോലെ തന്നെ ഒരു ആൺകുഞ്ഞിനെ ഞങ്ങൾക്കൊരു ഉണ്ണിക്കണ്ണനെ കയ്യിലേക്ക് കിട്ടി. ഹസ്ബൻഡിനെ ഡെലിവറി റൂമിൽ കയറ്റാന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കിച്ചാമൻ ആ മൂമെൻറ്റ് വരുമ്പോഴേക്കും എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാനായിട്ട്. നമ്മുടെ ഡെലിവറി പെട്ടെന്ന് നടന്നു. ഒരുപാട് ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. ആർക്കും ടെൻഷൻ അടിക്കാനും പറ്റില്ല. ഹസ്ബൻഡിനെ കെയർ ചെയ്തും ഡെലിവറി നടന്നു 1 സെക്കൻഡായിരുന്നു. ആ സമയത്ത് ഹസ്ബൻഡും കൊച്ചിനെ കൂടി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ആൺകുട്ടിയായിരുന്നു. അതുപോലെ തന്നെ ആൺകുട്ടിയാണെന്ന് പറഞ്ഞ് ഡോക്ടർ ഇങ്ങനെ പൊക്കിയപ്പോഴേക്കും എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. സമയത്ത് ഞാൻ പറഞ്ഞിരുന്നത് പെൺകുട്ടിയാണെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. പെൺകുട്ടി ആയിരിക്കുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു 90% തീരുമാനം പെൺകുട്ടിയായിരിക്കും എന്നുള്ളതാണ്. ഒരു 10 കോടിയുടെ ലോട്ടറി എനിക്ക് അടിച്ചൊരു ഫീലായിരുന്നു. ഞാൻ ആഗ്രഹിച്ചില്ലെങ്കിൽ ഞാൻ മനസ്സിൽ കണ്ടത് തന്നെയാണ് കുഞ്ഞെന്ന് പറഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ആയാലും കുഞ്ഞെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ കുഞ്ഞിനെ കണ്ടു ഉടനെ ഇതേ നമ്മുടെ തമ്പിളു എന്ന് പറഞ്ഞതും ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ ഒറ്റ ശരിയായിരുന്നു. ആ പേരൊക്കെ ഇട്ടിട്ടാണ് വന്നതൊക്കെ ചെയ്യുന്നത്.
അവൻ എന്നെ കളിയാക്കാമെന്ന് വിചാരിച്ചത് മോൻ. പക്ഷേ ഞാൻ ശരിക്കാണോ? ആ അതെ അച്ഛാന്ന് പറഞ്ഞു. తన ప్రాణాలే నీవని హర్మేచగా తన మనసంత నీదని అర్థేచగా తన వలపంత నీకని కామేచగా అవధులు లేని ప్రేమకై మోక్షేచగా ఒకటిగా మారగా మరుపేలేని సంతకం వెళ్ళి పుస్తకం మరు జన్మకి తొలి స్వాగతం వెళ్ళి పుస్తకం ప్రేమ పెళ్లి పేరులో ఇరువురిలోన ప్రేమ మాత్రమే బంధుమిత్రు ప్రేమలే కలిసిన నాడేలే పెళ్ళనగా కన్నవాళ్ళ ఆశలే కలిసిన స్వర్గలోక దీవెనే నువ్వు నేను మాటని మార్చే మాటే పెళ్ళనగా తోడు నీడగా ప్రాణబంధమా శాశ్వతం శాశ్వతం మనమిక మరుపేలేని సంతకం వెళ్ళి పుస్తకం మరు జన్మకి తొలి స్వాగతం వెళ్ళి పుస్తకం
ഹേ തനയലയായി നീ തനിയെ പൊരുളായി ഉയിരേ வாழ்க உலகம் காண்க ஆரோமல் சிறியாள் பாலே நறுமொழி நிற நிறையுனி அகமே பாலே കണ്ണാൽ പൊഴിയുമേ കരുണയൊടു പെണ്ണാൾ കടലുകൾ കാതിൽ കുറുകുമേ അവൾ എഴുതുമോ മൽക്കുരലുകൾ നീളേ നിന്നളകങ്ങളിൽ പൂക്കും പൊൻപുലർവേളകൾ പൂക്കൊടി അൻപിൽ കളിയാടി ഇൻപം കുഴലൂതി നിറതിങ്കൾ കല പൂക്കും പെൺപൈതലിന്നാവേറുകൾ